हाय मेरे प्यारे बच्चों, सबको आदाब। അഞ്ചാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എഡ്യൂപോർട്ടിൻ്റെ ഉറുദു പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഈ വരുന്ന അഞ്ചാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. സർ, ഞങ്ങൾ പഠിക്കേണ്ടത്? ചില ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ആ ചോദ്യങ്ങൾ പഠിക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോക്കൂ, ജംഗൽ മേക്ക് ഹിരൺ രഹ്താദ ഗർ ബനായം എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ മാനിന് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലെ മറ്റനേകം മൃഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കൂ, ജംഗൽ മേക്ക് ഹിരൺ രഹ്താദ, കാട്ടിൽ ഒരു മാൻ താമസിച്ചിരുന്നു അല്ലേ? നോക്കൂ, ബക്കരി ഔർ ബന്ദർ, ആടും അതുപോലെ കുരങ്ങനും ഉസ്കെ ദോസ്ത്, നമ്മുടെ ഹിരണിന്റെ സുഹൃത്തുക്കളായിരുന്നു. ഹിരൺ കോ ഗർ നെഹിദ, ഹിരൺ എന്തുണ്ടായിരുന്നില്ല, വീടുണ്ടായിരുന്നില്ല കേട്ടോ. ഈസിലിയെ വോ ബഹുത്ത് പരേശാൻ താ, ഇതുകൊണ്ട് തന്നെ നമ്മുടെ മാൻ വളരെയധികം ദുഃഖത്തിലായിരുന്നു. ഉസ്കി പരേശാനി ദേഖ്, അവന്റെ ദുഃഖം കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട് ദോനോനെ ഹിരൺ കോയക്ക് ഗർ ബനാദിയ, നമ്മുടെ മാനിനൊരു വീട് നിർമ്മിച്ചു നൽകി. നയാ ഗർ ദേഖ്, ആ പുതിയ വീട് കണ്ടിട്ട് ഹിരൺ ബഹുത് ഉഷ്വാ, ഹിരൺ വളരെയധികം സന്തോഷിച്ചു. ഇത്തരത്തിൽ നമുക്കൊരു കഥയുടെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നൽകും. ഒന്നെങ്കിൽ വരുന്നത് നമ്മുടെ ഗർ ബനായം എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ പാനി അൻമൂൽ ഹേ, വെള്ളം അമൂല്യമാണെന്നുള്ള ആ ഒരു ചാപ്റ്റർ. പാനി സബ് കേലിയെ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ലേ? 15ാമത്തെ ചാപ്റ്ററിലെ പാനി സബ് കേലിയെ. ഈ കഥയുടെ ഭാഗങ്ങൾ നൽകിയിട്ട് നമ്മോട് ചോദ്യം ചോദിക്കും. ഏത് രൂപത്തിലായിരിക്കും വരിക? കഹാനി ഔർ സെ പഠേ, തന്നിരിക്കുന്ന ഈ കഥ ശ്രദ്ധയോടുകൂടി വായിക്കൂ. സവാലോം കി ജവാബ് ലിഖിയേ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നോക്കൂ, ഹിരൺ കഹാം രഹ്താ, മാൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ജംഗൽ മേ, കേത്ത് മേ വയലിൽ, ഗർമേ വീട്ടിൽ, നദീമേ എവിടെയായിരുന്നു? ആ ജംഗൽ മേ, കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? ഹിരൺ കോ പരേശാനി ക്യാ താ, ഹിരണിന്റെ പ്രയാസം എന്തായിരുന്നു? ഹിരണിന്റെ പ്രയാസം എന്താണെന്ന് നമുക്ക് ഈ കഥ വായിച്ചാൽ നമുക്ക് കിട്ടൂലേ? കൃത്യമായിട്ട് കഥ നന്നായിട്ട് വായിക്കാം അല്ലേ? നോക്കൂ, ഹിരൺ കെ ദോസ്ത് കോൻ കോൻ തേ, ഹിരണിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഹിരൺ കെ ദോസ്ത് കോൻ കോൻ തേ, ഹിരണിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഹിരൺ ക്യൂം ഹുഷുവ, ഹിരൺ എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? അപ്പോൾ രണ്ട് കഥകളും നന്നായിട്ട് നിങ്ങൾ വായിച്ചു വെക്കണം. നോക്കൂ, ഇത്തരത്തിൽ പേരാഫ് നൽകിയിട്ട് താഴെ നമുക്ക് ചോദ്യങ്ങൾ നൽകും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെയാണ്. മറ്റു ചോദ്യം നോക്കൂ. ഓക്കെ, ബാസാർ ചലേം എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. അവിടുന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് അജ്മൽ തർക്കാരി ഹരിദിനെ കേലിയെ, അജ്മൽ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദുക്കാൻ ഗയ, കടയിലോട്ട് പോയി. അജ്മൽ കോ ദേഖ് കർ ദുക്കാൻദാർ പൂച്ചനിലേക്ക്, അജ്മലിനെ കണ്ടിട്ട് കച്ചവടക്കാരൻ ചോദിക്കുകയാണ്, അദാ ബേട്ടെ അദാ മോനെ ക്യാ ചാഹിയേ, എന്താ നിനക്ക് വേണ്ടത്? അപ്പം അജ്മൽ എന്താ മറുപടി പറയാ? അദാ ബേട്ടെ ക്യാ ചാഹിയേ, നിനക്ക് എന്താ വേണ്ടത്? അപ്പം അജ്മൽ എന്തായിരിക്കും മറുപടി പറയാ? അജ്മൽ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? തർക്കാരി കാ ദാം ക്യാ ഹേ, ടമാട്ടർ കാ ദാം ക്യാ ഹേ, അതുപോലെ ഏക്ക് കിലോ കോ കിത്നാ ഹേ, ഏക്ക് കിലോ കാ ദാം ക്യാ ഹേ, ഒരു കിലോൻ്റെ വില എത്രയാണ്? ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, ഏക്ക് കിലോ കദ്ദു കാ ക്യാ ദാം ഹേ, ഒരു കിലോ മത്തൻ്റെ വില എന്താകുന്നു? ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക. ഓക്കെ അല്ലേ? ഒരു ഗുഫ്തക് വരും, ഉറപ്പാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ സാറേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം ഇതാണ്, അജ്മൽ ഔർ ഉസ്കെ ദോസ്ത്, അജ്മൽ അവൻ്റെ കൂട്ടുകാരനും ഗീത് ഗാത്തെ ഹുയെ, പാട്ട് പാടിക്കൊണ്ട് ചെയ്തു സർക്കസ് ദേഖിനെ ഗേ, സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോയില്ലേ? ഇനി നോക്കൂ, സർക്കസുമായി ബന്ധപ്പെട്ട സർക്കസ് ആയ എന്നുള്ളൊരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബച്ചോ, ഇനി നമ്മുടെ ചോദ്യം ചോദിക്കുകയാണ്, അജ്മൽ ഔർ ഉസ്കെ ദോസ്ത്, അജ്മലും അജ്മലിൻ്റെ കൂട്ടുകാരനും ക്യാ ദേഖിനെ ഗേ, എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്? ബാസാർ, അങ്ങാടി, സമുദ്ര, കടല്, സർക്കസ്, അതുപോലെ ജംഗൽ. എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്? സർക്കസ് ദേഖിനേക്ക്. അപ്പം ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് എൻ്റെ മക്കൾ വായിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്? സർക്കസ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? ഇനി ചില ചോദ്യങ്ങളുണ്ട്. ബാലു ക്യാ ചലാ രഹാ ഹേ, ഇവിടെ എന്താണ് ബാലു ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? സൈക്കിൾ ചലാ രഹാ ഹേ അല്ലേ? ദേഖിയേ സർക്കസ് മേ കോൻ നാച്ചതാ ഹേ, ഇവിടെ ആരോ സർക്കസിൽ നൃത്തം ചെയ്യുന്നുണ്ട്. അത് ആരാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, കോൻ ജൂല ജൂൽ രഹേം,
ആരൊക്കെയോ ജൂലയും ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്? സർക്കസ് മേ താർ പർ കോൺ ചൽത്താ ഹേ. ഈ സർക്കസിൽ കമ്പിയിലൂടെ നടക്കുന്നത് ആരാണ്? സർക്കസ് മേ താർ പർ, കമ്പിയിലൂടെ, കോൺ ചൽത്താ ഹേ, ആരാണ് നടക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈവ് ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. देखिए സർക്കസ് മേ കഹീ ജാൻവർ തേ. സർക്കസിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഹമാരെ റിയാസത്തി ജാൻവർ കോൺസാ ഹേ. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ജാൻവർ കോൺസാ ഹേ. ഏതാടാ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം ഏതാണ്? ഏതാണ്? ഹാത്തിയാണല്ലേ? ഹാത്തിയാണോ? ഹാത്തിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം അല്ലേ? ഇനി നമ്മോട് പറയാണ് തസ്വീർ ദേഖ്, ചിത്രം നോക്കിയിട്ട് മുനാസിബ് നാം ലിഖിയേ, യോജിച്ച പേരുകൾ എഴുതാനാണ്. അപ്പോൾ ഇതേതാ ചിത്രം വരിക? ഈ ചിത്രത്തിൻ്റെ പേര് ഏതാമോ? ഓക്കെ, ചിത്രത്തിൻ്റെ പേര് നമ്മൾ എഴുതുന്നു ജിറാഫ്. പിന്നെ ഇതേതാണ്? ഹാത്തി. അതുപോലെ ഗോഡ എന്ന് പറഞ്ഞാൽ ആരാണ്? കുതിര. അതുപോലെ ഹിരൺ. ഇനി നമ്മോട് ചോദിക്കും പസന്ദീദ ഏക് ജാൻവർ കെ ബാരെ മേ, ഇഷ്ടപ്പെട്ട ഏക് ജാൻവർ കെ ബാരെ മേ, ഒരു മൃഗത്തെക്കുറിച്ച് നോട്ട് ലിഖിയേ. നോട്ട് എഴുതിയാലും ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ച് വാക്യങ്ങൾ എഴുതി തയ്യാറാക്കി പഠിച്ചു പോവുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണല്ലേ? ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ച് നോട്ട് എഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ നമുക്ക് കലണ്ടർ നൽകിയിട്ടുണ്ടാവും. 2026 ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ നമുക്ക് നൽകാൻ സാധ്യതയുണ്ട്. ഇത് ഏത് കലണ്ടറാ? 2025 മാർച്ച് മാസത്തെ കലണ്ടറാണ്. എന്നിട്ട് ആ കലണ്ടർ നൽകിയിട്ട് നമ്മൾ ചോദിക്കും കിസ് മഹീന കാ കലണ്ടർ ഹേ, ഇതേത് മാസത്തെ കലണ്ടറാണ്? 5 മാർച്ച് കോൺസാ ദിൻ ഹേ. മാർച്ച് 5 ഏത് ദിവസമാണ്? മാർച്ച് 5 ഏത് ദിവസം? ബുധനാഴ്ച ദിവസമാണ് അല്ലേ? അങ്ങനെ മംഗൾ കെ ബാദ് കോൺസാ ദിൻ ഹേ. ഇനി മംഗളിന് ശേഷം ഏത് ദിവസമാണ് വരുന്നത്? മംഗൾ കെ ബാദ് ബുധ് കാ ദിൻ ഹേ. ഇനി ചിലപ്പോൾ നമ്മോട് ചോദിക്കുക ജുമറാത്ത് കാ ബാദ് കോൺസാ ദിൻ ഹേ, വ്യാഴാഴ്ചക്ക് ശേഷം ഏത് ദിവസം വരുന്നത്? ജുമ. അപ്പോൾ 7 ദിവസങ്ങളും നമ്മൾ പഠിച്ചു വെക്കുക. ഏക്ക് ഹഫ്ത എന്നാണ് ഈ ദിവസത്തിന്, ഒരു ആഴ്ചക്ക് നമ്മൾ എന്താ പറയുക? വീക്കിന് നമ്മൾ എന്താ ഉറുദുവിൽ പറയുക? ഹഫ്ത എന്നാണ് പറയുക കേട്ടോ. ഹഫ്ത. ഓക്കെ, ഏക്ക് ഹഫ്തമേ കിത്തനെ ദിൻ ഹേ, ഒരു ഹഫ്തയിൽ എത്ര ദിവസം ഉണ്ടെന്നും കൂടി നമ്മൾ പഠിച്ചേക്കുക. ഏക്ക് ഹഫ്തമേ 7 ദിൻ ഹേ അല്ലേ? 7 ദിൻ ഹേ, 7 ദിവസമാണുള്ളത്. അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. മാർച്ച് മേ കിത്തനെ ദിൻ ഹേ, മാർച്ച് മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? മാർച്ച് മേ കിത്തനെ ദിൻ ഹേ, ഒരു മാർച്ചിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളുണ്ട് അല്ലേ? അത് നോട്ട് ചെയ്ത് വെക്കുക. മാർച്ച് 2025 ഈസ്മേ കിത്തനെ ശനൈച്ചർ ഹേ, എത്ര ശനിയാഴ്ചകളുണ്ട്? ഓക്കെ, എത്ര ശനിയാഴ്ചകളുണ്ട്? 1 2 3 4 5, 5 ശനിയാഴ്ചകളുണ്ട് അല്ലേ? ഇങ്ങനെ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. നന്നായിട്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് കേട്ടോ. ഇനി നോക്കൂ, ഏക്ക് പാർക്ക് ഹേ അല്ലേ? ഒരു പാർക്കുമായിട്ടുള്ള ചിത്രം നൽകിയിട്ടുണ്ട്. പാർക്ക് മേ ആപ്പ് ക്യാ ദേഖ്തേ ഹേ, ഈ പാർക്കിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ? എനിക്ക് നാം ലിഖിയേ. ഈ പാർക്കുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ നമ്മൾ എഴുതുന്നു കേട്ടോ. ജൂല, അതുപോലെ ഗേന്ദ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ എഴുതി കൂടെ. ഗേന്ദ്, പതംഗ്, പട്ടം അല്ലേ? ഇത്തരത്തിൽ നമ്മൾ അങ്ങനെ പേരുകൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റൻസ് ചെയ്തു. പാർക്കിൻ്റെ ബാരമേ ബയാനിയ തയ്യാർ കീജിയെ, പാർക്കിനെ കുറിച്ച് ബയാനിയ, വിവരണം അല്ലെങ്കിൽ കുറഞ്ഞ ജുംലകൾ നമ്മൾ എഴുതുന്നു. ഏക്ക് പാർക്ക് ഹേ, ഇതൊരു പാർക്കാകുന്നു. പാർക്കുമേ ഇന്നതുണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് നമ്മൾ എഴുതുന്നു കേട്ടോ. ഓക്കെ. ഇനി നോക്കൂ ബച്ചോ, കബഡിക്ക് ബാരമേ നീച്ചെ ചന്ദ് ജുംല ലിഖിയേ. കബഡിയെക്കുറിച്ചുള്ള കളിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലടാ. കബഡിയൊക്കെ അച്ഛാ खेल है, मैदान में खेलते हैं, 2 टीम बनकर കബഡി खेलते हैं, एक टीम में 7 खिलाड़ी होते हैं. ഒരു ടീമിൽ 7 കളിക്കാരുണ്ടായിരിക്കും. 2 ടീമുകളായിട്ടാണ് കബഡി കളിക്കുന്നത്. മൈദാൻ മേ खेलते हैं, ഗ്രൗണ്ടിൽ വെച്ചാണ് കളിക്കുന്നത്. കബഡിയൊക്കെ അച്ഛാ खेल है, കബഡി ഒരു നല്ല കളിയാണല്ലേ? എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അപ്പനെ പസന്ദീദ खेल के बारे में, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ജുംല ലിഖിയെ, ജുംല എഴുതാൻ വേണ്ടിയിട്ട് പറയട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അതേപോലെ നമ്മൾ എന്താണ് ഗാന്ധിജിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മുടെ നെഹ്റുവിനെ കുറിച്ച് ചിലപ്പോൾ സെൻറ്റൻസ് ചെയ്താൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ അല്ലടാ? കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ചോദ്യങ്ങൾ നമ്മുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു പോവുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗുഫ്തഗു, അതുപോലെ ഈ കഹാനിയൊക്കെ കേട്ടോ. നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ലൈവ് ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.